ഓക്കെ, ഐശ്വര്യയുടെ അഭിജിത്തിന്റെയും കൂടെ കഠിനാധ്വാനമാണ് ഇത്. യു ഗൈസ് ഹാർവെസ്റ്റഡ് ഇറ്റ്. വെൽ ഡൺ. ഉണ്ണി, show me yours. Oh my god, are you eating the whole thing? Okay, okay. ഹലോ, അപ്പോൾ ഇന്നാണ് നമ്മൾ സ്ട്രോബെറി പിക്ക് ചെയ്യാൻ വേണ്ടി തോണ്ടയിൽ, ലണ്ടൻ അടുത്ത് തന്നെയുള്ള ഒരു ചെറിയൊരു സ്ഥലമാണ് തോണ്ടയിൽ. അവിടെ വന്നേക്കാണ്. ഹ്യൂമൻസിലാണ് എത്തിയിരിക്കുന്നത്. നല്ല തിരക്കുണ്ട്. പാർക്കിംഗ് ഒക്കെ ഇപ്പോൾ തന്നെ ഫുള്ളാവും. അപ്പോൾ അങ്ങനെയാണ്. ഇത് ഏകദേശം ഒരു കൺട്രി സൈഡാണ്. മാത്രമല്ല കേട്ടോ ഉള്ളേ, എൻ്റെ കൂടെ ഇപ്പോൾ 2 പേരും കൂടെ ഉണ്ട്. ഇവരെല്ലാം സഭാകമ്പുള്ള ആൾക്കാരാണ്, അതുകൊണ്ട് ഓടി രക്ഷോടുകയാണ്. വി ക്യാൻ ടേക്ക് ഐദർ ഓഫ് ദീസ് 3 ബാസ്ക്കറ്റ്. അപ്പോൾ ഇതിനെല്ലാം ഡിഫറെൻറ്റ് പ്രൈസസ് ആണ്. ഇപ്പം ഇത് സ്ട്രോബെറി പിക്ക് ചെയ്യാനുള്ള എൻട്രൻസ് ആണ് ഇവിടെ. അപ്പോൾ ബാക്കി ടോബിനും ഫ്രണ്ട്സ് എല്ലാവരും ഇതിന് പറ്റിയ ബാസ്ക്കറ്റ് പേ ചെയ്തെടുക്കുകയാണ്. അവിടെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നല്ല ക്രൗഡിയാണ്. കുറേ ഏക്കേഴ്സ് ഉള്ളത് കൊണ്ട് ആൾക്കാർ പലയിടത്തോട്ട് സ്പ്രെഡായി നിൽക്കുകയാണ്. സോ ദാറ്റ് ഏരിയ അങ്ങേ അറ്റത്താണ്. നമുക്ക് അവിടെ ചെല്ലുമ്പം സൂം ചെയ്ത് കാണിക്കാം ഏറ്റവും കൂടുതൽ ആൾക്കാർ നിൽക്കുന്നത്. നമ്മൾ ഗ്രീറ്റ് ചെയ്യാണ് ഇപ്പോൾ ഹ്യൂമൻസിലെ സ്റ്റാഫ് ചെയ്തത്. ഇതാണ് സ്ട്രോബെറി പ്ലാന്റ്സ് നിലത്തുള്ളത്. ഇങ്ങനെ ഇതിന് പ്ലാന്റിന് കീഴിലായിട്ടാണ്, എനിക്ക് തോന്നുന്നു നാട്ടിൽ ഏലച്ചെടിയൊക്കെ ഉണ്ടാകുന്ന പോലെ പ്ലാന്റിന് കീഴിലായിട്ടാണ് ഈ സ്ട്രോബെറി പ്ലാന്റ് ഉണ്ടാകുന്നത്, ക്രീപ്പേഴ്സായിട്ട്. ഇതെല്ലാം സ്ട്രോബെറി ഫാം തന്നെയാണ്. ആൾക്കാർ ഇവിടെ വരുന്നത് ജസ്റ്റ് സ്ട്രോബെറി പറിക്കുക, അതൊരു റിക്രിയേഷൻ്റെ ഭാഗമായിട്ടും പ്ലസ് വി ക്യാൻ ഗെറ്റ് ദ ഫ്രഷ് ഫ്രൂട്ട്. ആ ഒരു 2 റീസൺസ് കാരണമാണ് ആൾക്കാർ ഇവിടെ കൂടുതലും വരുന്നത്. Hemans Farm. I'm going every year. Wow. A few times. This year is my 5th time. And I always take my grandkids with me. They enjoy strawberries so much. And this year was amazing. Thank you. Thank you. Feel. I really love the picking over there, and even my daughter is over here. Wow. She's very fond of the strawberries. That's why I'm coming here, and I really love it. Yeah. Is it your first time here? Yeah, it's my first time. Okay. Thank you. Hi. Hello, how are you doing? Good. How are you doing? Yeah, you can see like Yes. the basket over here. Harvesting. Okay. Nice. Really good, like and the weather is good. Yes. Good family outing, and it's my first time I have come here, Okay. but I'm enjoying it. Oh yeah, nice. Would you like some? No, we harvested, but again, thank you. Yeah. Thanks a lot. No worries. Yeah. Okay. Sat Shri Akal. Hi. Oh my God. See her. Hi. Oh, you really did a hard work. Hi. Now say hi. Yeah, she loves the strawberry so much. Wow. She's the one who brought us today. Okay. Okay. Bye. 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 What's your name? Hana. Nice name. She barely speaks now. It's like mama, papa. Mama, papa. Nice. Wow. Twins ah? Heart shape. ഇരട്ട സ്ട്രോബെറി കഴിച്ച് ഇരട്ട കുട്ടികളുണ്ട്. ഉണ്ണി സ്കോർഡ്. എല്ലാവരും ഒരേ സൈസ് ബാസ്ക്കറ്റ് എടുത്തായിരിക്കുന്നതുകൊണ്ട് ഫസ്റ്റ് ഫില്ല് ചെയ്യുന്നവർക്ക് പ്രൈസ് ഉണ്ട്, ബമ്പർ സമ്മാനമുണ്ട്. ബാക്കിയുള്ളവർക്ക് ബാക്കി എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനങ്ങൾ. ഞാൻ ഐസ്ക്രീം മേടിച്ചു തരാം. ഫസ്റ്റ് കിട്ടുന്ന ഞങ്ങൾക്ക്. മനപ്പൂർവ്വം എല്ലാവരും പട്ടിണിക്ക് കൊണ്ടുവന്നു.
Tobin, how is things going there? നല്ല സ്ട്രോബെറികൾ ഞാൻ കാണുന്നുണ്ട്, പക്ഷേ അടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് ചിലതൊക്കെ ചീത്തയും ചിലതൊക്കെ നല്ലതാണ്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ കഴിക്കാൻ പോവുകയാണ്. George. ഓക്കെ, ഐശ്വര്യയുടെ അഭിജിത്തിൻ്റെയും കൂടെ കഠിനാധ്വാനമാണ് ഇത്. യു ഗൈസ് ഹാർവെസ്റ്റഡ് ഇറ്റ്. വെൽ ഡൺ. ഉണ്ണി, show me yours. Oh my god, are you eating the whole thing? Okay, okay. I'm not asking you to show your stomach. That's fine. Okay. Tobin, what's this? നീ അത് തന്നിട്ട് ഇതെടുത്ത് പറിച്ച്. Okay. ഇനി ജോർജ് റോഷിനി അവിടെ വലിയ ഹാർവെസ്റ്റിംഗ് ആണ് നടത്തുന്നത്. ഐ ജസ്റ്റ് വാണ്ട് ടു സീ ഹൗ മച്ച് ദേ ഹാവ് മെയ്ഡ്. ഹേയ് റോഷിനി ആൻഡ് ജോർജ്, how much did you harvest? What a plenty. Plenty. Okay. Maybe half of it. Well done. I think you may get second prize, but not first. Oh my god. Who is winning? Probably Aishwarya and Abhijit. Oh my god. Tobin? ഇത് കൊള്ളാലോ. ലക്കി ഫൈൻഡ്. ആ ലക്കി ഫൈൻഡ് എന്ന് പറയുന്നത് ആഹാ. പ്രത്യേക സ്ട്രോബെറി. നമ്മളെല്ലാവരും സ്ട്രോബെറി പിക്ക് ചെയ്തു. എല്ലാവർക്കും ഒരു ഫില്ലായി. എല്ലാവരും ഹാർവെസ്റ്റ് ചെയ്ത് നമുക്ക് കാണാം. അഭിജിത്തിൻ്റെയാണ്. അഭിജിത്തും ഐഷും കൂടെ പിക്ക് ചെയ്തതാണ് ഇത്. ഉണ്ണി ടോബിൻ്റെ ഹാർവെസ്റ്റിംഗ് ആണിത്. ജോർജും റോഷിനിയുടെ കഠിന പ്രയത്നത്തിന്റെ ഫലമാണ് ഇത്. ഓക്കേ, അടിപൊളിയായിട്ടുണ്ടല്ലോ. ബേസിക്കലി നമ്മൾ പരിപാടിയെല്ലാം കഴിഞ്ഞു. എല്ലാവരും അവർ പറിച്ച സ്ട്രോബെറീസ് ബാസ്ക്കറ്റ്സിലൊക്കെ ആക്കി തിരിച്ചു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓ മൈ ഗോഡ്, മൈ ക്യാപ്പ് ഈസ് ഹിയർ. ഞാൻ വെച്ചിട്ട് നിന്റെ ക്യാപ്പ് വന്നു. നമ്മൾ സ്ട്രോബെറി എല്ലാം പിക്ക് ചെയ്ത് തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ലൈക്ക് അറൗണ്ട് 5 PM ഹീമൻസിൻ്റെ ഗ്രീൻ ഹൗസ് ക്ലോസ് ചെയ്യും. അപ്പോൾ അതിന് മുന്നേ പോയി സ്ട്രോബെറി ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി ലൈക്ക് വി ആർ റഷിങ്. Roshni, how was your experience? Really nice. Had so much of fun today. Okay. Aishu, did you enjoy today? Yes, of course. Okay. It was a really nice experience. For Aishu, it was really nice experience. പട ഫ്രണ്ടിൽ പോകുന്നുണ്ട്. അവന്മാരോട് എന്ന് ചോദിക്കാം. വേണ്ട എന്ന് ഇങ്ങോട്ട് പറഞ്ഞു. എല്ലാവർക്കും സഭാകമ്പമാണ്. The open. Thank you. Roshni, what did you do now? I just found glasses of some persons. I don't know whose it was, so I just returned it back. Okay, nice. It's a great job. Thank you. You could ignore it, but you did it. George Hey. was also part of it. Oh, Saya speaking. oh, our boys went there. അപ്പോൾ ഇന്നത്തെ പരിപാടികളൊക്കെ ഇവിടെ കഴിഞ്ഞു. ഇനി നമ്മൾ സ്ട്രോബെറി ഐസ്ക്രീം കഴിക്കാനും പിന്നെ ആപ്പിൾ സിഡറൊക്കെ ഉണ്ട് ഹീമൻസിൻ്റെ ഗ്രീൻ ഹൗസിൽ. സോ വി ആർ ഹെഡിങ് ടു ദെയർ. വി നീഡ് ടു റീച്ച് ദെയർ ബിഫോർ 5 PM. ടുഡേ ദേ വിൽ ബി ക്ലോസിങ് അറ്റ് ദാറ്റ് ടൈം. Okay, so see you there. Actually, it meet my expectation and it meet more than what I actually expected. I could get fresh strawberries handpicked by myself, and I had a very good time with my friends. And I'm pretty sure that having such events during summer will create a lot of recreation in ourselves, and it can build the relationship with friends, family, and everything. It's a kind of gather together, get together, and have fun, have fresh strawberries. I'm pretty sure that I will mark this place in my diary and make it sure that in every year I will visit at least one strawberry farm a year to make my summer more beautiful.